അപ്പം പിന്നാണ് നോക്കിയപ്പം മാനാണത്. അപ്പോൾ ഞാനിങ്ങനെ വെളിച്ചത്തിൽ കണ്ണിങ്ങനെ തിളങ്ങണ കണ്ടിട്ട് വല്ലാത്തൊരു ഭംഗി. അപ്പം നമ്മളെന്താക്കി മെല്ലെ ആ റൂമിൻ്റെ അടുത്തേക്ക് പോയി. നമുക്ക് ഓവർ അവിടെ നിൽക്കാൻ അപ്പം എല്ലാവർക്കും നമ്മളെ കഥ പറച്ചിലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞാൽ കറണ്ടും വെള്ളവും വെളിച്ചവും ഒന്നുമില്ലാത്ത ഗോസ്റ്റ് ഹൗസിലെത്തിയ കഥയാണ്. ഗോസ്റ്റ് ഹൗസ് എന്നാണ് ഞാനും തൊലഹത്തും പറയാം. അപ്പോൾ എന്തായാലും അവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയിലേക്കാണ് നമ്മളിനി കിടക്കാൻ പോണത്. ഇന്നാണെങ്കിൽ മഴയൊക്കെ പെയ്തൊന്ന് ചോർന്ന് കഥ പറയാൻ പറ്റിയ നല്ല ബെസ്റ്റ് സമയമാണ്. അപ്പോൾ ഞാൻ മഴ ചോരാൻ വേണ്ടി ഒന്ന് കാത്തുന്നതാണ്. കാരണം ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഷീറ്റാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സൗണ്ട് കേൾക്കും. അപ്പോൾ മഴ ചോർന്ന് ഒന്ന് വെളിച്ചമൊക്കെ വന്നല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ ബാക്കി കഥയിലൊക്കെ കിടക്കാം. അങ്ങനെ നമ്മൾ 8:30 മണിക്ക് ഏകദേശം ആ സമയത്ത് കിടന്നുറങ്ങില്ലേ. എന്നിട്ട് എണീച്ചതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 6:30-7 മണി ആകുമ്പോഴത്തേന് നമ്മൾ എണീച്ച്. ഒരു അലാറും കാര്യങ്ങളും ഒന്നും വേണ്ടി വന്നില്ല. കാരണം നല്ല തണുപ്പാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എണീച്ച്. അപ്പോൾ അങ്ങനെ നമ്മളെന്താക്കി വേഗം ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി. ഇനി എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചാൽ തലേ ദിവസം തൊല്ലഹത്തിനൊരു മെസ്സേജ് വന്നിരുന്നു ഇൻസ്റ്റഗ്രാം വഴി. അവൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം ഫ്രണ്ടാണ്. അപ്പോൾ അവൻ പറഞ്ഞ് നിങ്ങൾ എന്തായാലും ലക്കിടി എത്തിയില്ലേ, പൊഴുതേനെ എത്തിയാൽ എൻ്റെ വീടാണ്, അപ്പോൾ അങ്ങോട്ട് പോരുന്നതാണ് രാത്രി. പക്ഷെ നമ്മൾ ഇത്രയും കയറി മുകളിലെത്തിയില്ലേ. അപ്പോൾ ഇനിയിപ്പം താഴത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല രാത്രിയിൽ. കാരണം വല്ല ഏജന്തുക്കളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും. കാരണം കാടിൻ്റെ നടുവിലല്ലേ ഏകദേശം. എന്തായാലും നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഓൻ ഉമ്മാനോടൊക്കെ പറഞ്ഞിക്കണ് നിങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാലും ആയിക്കോട്ടെ. അങ്ങനെ എന്താക്കി അവൻ്റെ വീട്ടിലേക്കാണ് ഇനിയിപ്പോൾ പോകാനുള്ളത്. അവിടുന്ന് നമ്മൾ പൊഴുതനയിലേക്ക് ഇനിയിപ്പോൾ പോകണം. അങ്ങനെ എന്താക്കി നമ്മൾ അവിടുത്തെ വാതിൽ, റിസോർട്ടിൻ്റെ വാതിൽ കാര്യങ്ങളൊക്കെ പൂട്ടി അവിടുന്ന് മെല്ലെ ഇറങ്ങി. ആ സമയത്ത് ചെറുതായിട്ടൊരു മഴ ഉണ്ടായിരുന്നു കേട്ടോ, നൈസായിട്ട്. അപ്പം കുഴപ്പമൊന്നുമില്ല. നമ്മൾ റെയിൻകോട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് മെല്ലെ ഇറങ്ങി. നോക്കുമ്പോൾ എന്താ പറഞ്ഞാൽ ഇറങ്ങാൻ കയറിയതിനെക്കാട്ടി ടഫാണ്. കാരണം റോഡ് കാര്യങ്ങളൊക്കെ റോഡില്ല, അതൊന്നാമത്തെ കാര്യം. ആ വഴി കാര്യങ്ങളൊക്കെ അല്ലേ, അതെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ ലഗേജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സ്ലിപ്പായി പോവാം. കൂടാണ്ട് മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെല്ലെ 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 വളരെ മെല്ലാണ് ഇറക്കിയത്. ബ്രേക്കൊന്നും പിടിച്ചിട്ട് അങ്ങനെ കിട്ടുന്നില്ല. മഴ അതിനെക്കൊണ്ട് ഇങ്ങനെ സ്ലിപ്പായി പോവാണ്. നമ്മളെ ബാക്കിൽ ലഗേജ് ഉണ്ടല്ലോ. അങ്ങനെ എന്താക്കി ഒരു കണക്കിന് നമ്മൾ താഴത്തെത്തിച്ച്. അപ്പം കുഞ്ഞാവക്കൻ്റെ വീട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അവിടുത്തെ ഗസ്റ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പം മൂപ്പരവിടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം മൂപ്പരോട് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ മെല്ലെ ഇറങ്ങാനുള്ള പരിപാടി നോക്കി. അപ്പം മൂപ്പരും പറയുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിട്ട് പോവാന്ന്. അപ്പം നമ്മൾ പറഞ്ഞ് അവിടെ എന്തായാലും ചായ കാര്യങ്ങളൊക്കെ ശരിയായിക്കണ്, നമുക്ക് ഇനിയും വരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ മെല്ലെ മൂപ്പര അവിടുന്ന് ബായൊക്കെ പറഞ്ഞ് മെല്ലെ ഇറങ്ങി. അങ്ങനെ ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ തള്ളിയിട്ടാണ് നമ്മൾ ലക്കിടി റോഡിലെത്തിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് നമ്മൾ പിറ്റേ ദിവസം വന്നില്ലേ ആ വഴി തന്നെയാണ്. അത്ര നല്ല വഴി കാര്യങ്ങളൊന്നുമല്ല. പിന്നെ പഞ്ചറായി കഴിഞ്ഞാൽ സീനാവണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിയിട്ടാണ് പോയത്. ഇനി ലക്കിടിയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉണ്ട് എങ്ങോട്ട്, പൊഴുതനയിലേക്ക്. പൊഴുതന പറഞ്ഞാൽ നമ്മളെ ബാണാസുര അടുത്താണ്. പക്ഷെ ആ ഒരു 11 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സീനറിയാണ്. ആ റോഡ് മൊത്തം ഈ തേയില കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടെ നൈസായിട്ട് മഴ ഉണ്ടായതിനെ കൊണ്ട് വല്ലാത്തൊരു ഫീല്. അങ്ങനെ ആ 11 കിലോമീറ്റർ ചവിട്ടി ഓൻ്റെ വീട്ടിലെത്തിയത് അറിഞ്ഞിട്ടില്ല. കാരണം അത്രയും അടിപൊളി വഴിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അവൻ്റെ വീടിൻ്റെ അവിടെ എത്തി പോകാൻ തന്നെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അജ്മൽ എന്നാട്ടോ അവൻ്റെ പേര്. അങ്ങനെ എന്താക്കി നമ്മൾ കൈ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം വെറും ഇൻസ്റ്റഗ്രാമും അതിലൊരു പരിചയം ഉള്ളായിരുന്നു. അങ്ങനെ എന്താക്കി അവൻ നമ്മളെ വീട്ടിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി മുകളിലേക്ക്. അവൻ്റെ വീടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഹൈറ്റിലാണ്. അപ്പോൾ നമ്മളെന്താക്കി സൈക്കിൾ വന്ന് ഇറങ്ങി മെല്ലെ തള്ളി ഒരു കാർ പോർച്ച് കൊണ്ടുപോയി വെച്ച് എന്നിട്ട് മെല്ലെ വീട്ടിലേക്ക് കയറി. ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ കാണുന്നത് ന്യൂസ് പേപ്പറാണ്. അതിലാണെങ്കിലോ ഈ കാശ്മീർ പ്രശ്നത്തിനെ കുറിച്ച് നല്ല വലുതാക്കി തന്നെ എഴുതിയിരിക്കുന്നു. അപ്പം അന്ന് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തുടങ്ങിയൊരു സമയമാണ്. അപ്പോൾ ഓനോനോട് ചോദിക്കുന്നതിനും എന്താ നിങ്ങൾ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, 2 ദിവസം ആയിട്ടുള്ളൂ, ഇനിയിപ്പോൾ ഒരുപാട് ദിവസം ഉണ്ട് അവിടെ എത്താൻ, അപ്പോൾ ഒത്തിരി ശരിയാവുമെന്ന് വിചാരിക്കാതെ പറഞ്ഞു. അങ്ങനെ അവൻ്റെ വീട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട്. പിന്നെ ഓനല്ലാണ്ട് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓൻ്റെ ഉപ്പ, ഉമ്മ, അനിയത്തി, അവരൊക്കെ വല്ലാത്തൊരു സ്നേഹം കേട്ടോ അവിടെ പോയപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ചോദിച്ച് വീട്ടിൽ നിന്ന് വിട്ടോന്ന് ചോദിച്ചു ഉമ്മ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ് മെല്ലെ സോപ്പിട്ടിട്ട് വിടിപ്പിച്ചാന്ന് പറഞ്ഞ്. അപ്പം ആൾ ചിരിക്കുന്നുണ്ട്. അങ്ങനെ എന്താക്കി അതൊക്കെ നമ്മൾ കണ്ട് നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ മുകളിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം കേട്ടോ അത്. കാരണം നേരെ ബാൽക്കണി നോക്കിയാൽ തന്നെ നല്ല അടിപൊളി വ്യൂവും കൂടാതെ നല്ല തണുപ്പും. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. അങ്ങനെ ആ വ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് അപ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ച്. അപ്പം അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ചിക്കൻ കറിയും പിന്നെ ഇടിയപ്പല്ലേ നൂൽപുട്ട് അതും ഉണ്ടായിരുന്നു.
അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താക്കി അതൊക്കെ ഒന്ന് കഴിച്ച് നമ്മൾ നേരെ തിരിച്ചാകാൻ റൂമിലേക്ക് തന്നെ വന്നു. കാരണം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് അപ്പോൾ എന്താക്കി ചക്ക കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടായിരുന്നു. എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഓനെ ചോദിച്ചു ഇവിടെ ചക്ക കിട്ടുമെന്നാണ് ചോദിച്ചു. അപ്പോൾ ഓനെ എവിടുന്നൊക്കെ പോയിട്ട് ഒരു ചക്ക എന്തായാലും കൊണ്ടുവന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമുള്ള ചക്ക. അപ്പം അതും കഴിച്ച് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞപ്പം ഏകദേശം ഉച്ചയായി. അങ്ങനെ ചോറും കഴിച്ചാണ് അവിടുന്ന് ഇറങ്ങിയത്. ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിലോ നല്ല അടിപൊളി നാടൻ ചോറ്, കൂടെ പൊരിച്ച മീനും മോര് കറിയും പിന്നെന്താ ഉപ്പേരിയും. നല്ല എന്താ പറയുക അടിപൊളി ചോറായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവിടുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് എവിടുന്നും ചോറ് കിട്ടിയില്ല. അത്ര നല്ല ചോറ് കിട്ടിയിക്കിന്. നമ്മൾ കുറച്ച് മലയാളികളെ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കണ്, പക്ഷെ ഇത്ര നാടനായിട്ടും ടേസ്റ്റായിട്ട് നമുക്ക് പിന്നെ അവിടുന്ന് കിട്ടിയിട്ടില്ല. അങ്ങനെ ചോറ് നമ്മൾ വയറ് നിറയെ കഴിച്ച്, അങ്ങനെ പറഞ്ഞാൽ മതിയാവുമെന്ന് അറിയില്ല, മനസ്സ് നിറയെ കഴിച്ച്. എന്നിട്ട് എന്താക്കി അവൻ്റെ ഉപ്പാനോടും ഉമ്മാനോടും എല്ലാവരോടും യാത്ര പറഞ്ഞു. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് എന്തായാലും ഇത്ര സമയമായില്ലേ, ഇനിയിപ്പം ഇവിടെ നിന്നോളി, നാളെ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞ് എന്തായാലും ഉച്ചലായിട്ടുള്ളൂ ഉമ്മ, ഇനിയിപ്പം പോവുകയാണെങ്കിൽ കുറേ പോവാം, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിൽക്കാനായിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ എന്ന്. എന്നിട്ട് പറഞ്ഞ് എന്തായാലും ഈ യാത്ര പോയിട്ട് സൂക്ഷിച്ച് തന്നെ തിരിച്ചു വരാൻ പറഞ്ഞു. വല്ലാത്തൊരു സ്നേഹം കേട്ടോ അവിടെ. കാരണം ആകെ കുറച്ച് സമയം നമ്മൾ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ വല്ലാത്തൊരു അടുപ്പേനു അവരോട് എല്ലാവരോടും. അപ്പോൾ എന്താക്കി അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞ് നമ്മൾ വേഗം ഇറങ്ങി അവിടുന്ന്. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ പാടന്നെ നല്ല കിടിലം മഴ, നല്ല ശക്തി തന്നെ കേട്ടോ പോയത്. അപ്പം അതൊക്കെ ഒന്ന് കൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് കൽപ്പറ്റയിലേക്കാണ്. അവിടെയാണ് നിർത്തിയത്. അവിടെ ഒരു സൈക്കിൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ പഞ്ചർ അടിക്കാൻ പമ്പില്ല, ബാക്കി സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, പമ്പില്ല കയ്യിൽ. അപ്പം ഇനിയും പമ്പ് വാങ്ങിയിട്ടില്ലെങ്കിൽ എവിടുന്നെങ്കിൽ പഞ്ചർ കിട്ടിയാൽ ചിലപ്പം പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പഞ്ചർ കടയൊക്കെ നമ്മൾ തിരഞ്ഞങ്ങോട്ട് പോകണം. മറ്റേ പമ്പ് വായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ സീനുള്ള കാര്യമൊന്നുമില്ല, നമുക്ക് തന്നെ പഞ്ചർ അടിക്കുക. അപ്പം ആ സൈക്കിൾ ഷോപ്പ് കണ്ടപ്പോൾ പിന്നെ നേരം വയ്ക്കില്ല, അപ്പോൾ അവിടുന്ന് ഒരു പമ്പ് വാങ്ങി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ സുൽത്താൻ ബത്തേരി ലക്ഷ്യമാക്കി അങ്ങനെ പോയി. അപ്പം പറയുകയാണെങ്കിൽ എന്താ രാവിലെ തുടങ്ങിയ മഴയാണ്. ഈ ഏകദേശം ഒരു 7 മണി ആയിക്കിന് വൈകുന്നേരം നമ്മൾ സുൽത്താൻ ബത്തേരി എത്തുമ്പോൾ. അപ്പം അവിടെ എത്തിയിട്ട് വരെ ആ സമയത്ത് വരെ ആ മഴ നിന്നിട്ടില്ല, നല്ല ശക്തിയായിട്ട് തന്നെ പെയ്യുണ്ടേനു. നമ്മളെന്താക്കി വെള്ളമൊക്കെ നിറയ്ക്കാൻ ഒരു പമ്പ് കയറ്റി. അപ്പം അങ്ങനെ മെല്ലെ ഞാൻ എൻ്റെ റെയിൻകോട്ടിൻ്റെ സിബിൻ്റെ ഉള്ളിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയപ്പം ഫോണ് ഓണാവണില്ല. സംഭവം റെയിൻകോട്ടിൻ്റെ ഉള്ളിൽ കൂടെ വരെ വെള്ളം കയറി ആ ഫോണിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഫോൺ ഓണാവില്ല, ഓണാക്കിയിട്ട് ഒന്നും ഓണാവുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാമെന്നൊന്നും അറിയില്ല. എന്താക്കി ബാഗിലെടുത്ത് വെച്ച് ഫോണ്, ഇനിയും വെള്ളം കൊള്ളാത്ത രീതിയിൽ എന്താക്കി ബാഗിലിട്ട് നമ്മൾ വേഗം സ്റ്റേ ചെയ്യാനുള്ള വല്ല സ്ഥലം നോക്കി. കാരണം ഇനിയും മുന്നോട്ട് പോകണേ ശരിയാവില്ല, കാരണം രാത്രി ആയാലേ. അങ്ങനെ അവിടെ തുടങ്ങി ടെൻ്റ് അടിക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയില്ല നമുക്ക്. അങ്ങനെ ആ സമയത്താണ് ബാവുക്ക കളിക്കുന്നത്. ബാവുക്കാരൻ നമുക്ക് ഇന്നലെ റൂം ശരിയാക്കി തന്നില്ല ലക്കിടിയിൽ മൂപ്പര്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഈ മുത്തങ്ങ ഫോറസ്റ്റിൻ്റെ അടുത്തൊരു റൂമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി നിന്നോളിന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ ബാവുക്ക. പക്ഷേ അവിടുന്നും ഈ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം ഒരു 14-15 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ പോകാനുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് റൂം കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ സെറ്റാണ്. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വന്യമൃഗങ്ങൾ കാര്യങ്ങളൊക്കെ ശല്യമുള്ളതാണ്, അപ്പം ഓവർ നേരം വെക്കണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ എവിടെയും നിർത്താണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി. പിന്നെ നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞാൽ കല്ലൂർ ഒരു ഹോട്ടലിൻ്റെ മുന്നിലാണ്. അപ്പം വല്ലതും കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. പക്ഷെ നമുക്ക് പായാക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല. അപ്പോൾ എന്താക്കി പാർസൽ വാങ്ങി, ഇനിയിപ്പോൾ അവിടുന്ന് കഴിച്ചാൽ മതിയല്ലോ റൂമൊന്നും. അങ്ങനെ എന്താക്കി വേഗം തന്നെ പാർസൽ വാങ്ങി നമ്മൾ ആ റൂമിലേക്ക് പോയി. അങ്ങനെ ഈ പാർസലൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല മഴ കേട്ടോ, മഴ നിന്നിട്ട് തന്നെയല്ലേ ആ സമയത്ത്, ശക്തി കൂടിക്കൂടി വരാണ്. അതാണ് പിന്നെ നമ്മൾ പ്രളയമായിട്ടൊക്കെ കണ്ടത്. കാരണം ഏകദേശം ഈ കർണാടക ബോർഡറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വയനാട് റോഡ് അടച്ചതും വെള്ളം പൊങ്ങിയതൊക്കെ നമ്മൾ അറിയുന്നത്. അതൊക്കെ നമുക്ക് വഴിയേ വരാം, ഏകദേശം ആ ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. അങ്ങനെ നമ്മളെന്താക്കി ആ പാർസൽ വാങ്ങി കൊടുത്തും ഇനി ഒരു 5-6 കിലോമീറ്റർ പോവാണ്ട് ഈ റൂമിലേക്ക്. നമ്മൾ മെല്ലെ പോയി. അവിടുത്തെ വഴി എന്ന് പറഞ്ഞാൽ ആ റൂമിലെത്താനുള്ള വഴി എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റും മനുഷ്യന്മാരും ഒന്നുമില്ല. വല്ല മൃഗങ്ങളുണ്ടോയെന്നൊക്കെ പേടിയാണ്. കാരണം നമ്മൾ കണ്ടിട്ടില്ല, ആ വഴി ഒന്നും കാണുന്നില്ല. ഏകദേശം നമ്മൾ ആ സൈക്കിളിൻ്റെ ആ ടോർച്ചില്ലേ അതിൻ്റെ ആ ലൈറ്റിൻ്റെ ഒരു വെളിച്ചത്തിൽ മാത്രമാണ് റോഡ് കാണുന്നത്. വേറെ ഒരു വഴിയും ഇല്ല, ഒരു സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ എന്താക്കി നമ്മൾ നേരെ ഏകദേശം ആ റൂമിൻ്റെ 1 കിലോമീറ്റർ മുന്നാണ് ചാവി ഉള്ളത്. അപ്പോൾ നോക്കുമ്പം അവിടെ നിന്നാണ് അറിയുന്നത് അതൊരു ഏറുമാടാണെന്ന്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ത്രില്ല്. അപ്പോഴാണ് കേട്ടോ അറിയുന്നത്, അതുവരെ നമുക്ക് അറിയില്ല നമ്മൾ നിൽക്കാൻ പോണത് ഒരു ഏറുമാടത്തിലാണെന്ന്. അങ്ങനെ എന്താക്കി അവിടുന്ന് മെല്ലെ താക്കോല് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു വീട്ടുകാരെ മേലെ താക്കോലുണ്ട്. അപ്പം ഓരോട് താക്കോല് വാങ്ങി. അപ്പോൾ ഒരു പറയുന്നുണ്ട് നിങ്ങൾ പോകുമ്പം ശ്രദ്ധിക്കണം, അവിടെ ആന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്നാൽ നോക്കിക്കോളാം. ഇവർ പറഞ്ഞത് എന്തായാലും നന്നായി, കാരണം നമുക്കൊന്ന് അറിയാൻ പറ്റി. അങ്ങനെ എന്താക്കി മെല്ലെ ഏകദേശം 1 കിലോമീറ്റർ ചവിട്ടി. 1 കിലോമീറ്റർ ചവിട്ടാൻ പറ്റിയില്ല,
ആ എന്നാലും റോഡ് മോശമാണ്, മെല്ലെ കുറച്ചൊക്കെ ഉന്തിയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ റൂമിൻ്റെ അടുത്ത് ഏകദേശം എത്താൻ നേരത്ത് ഒരുപാട് കണ്ണിങ്ങനെ മിന്നണുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് വല്ല പട്ടിയോ നായോ വല്ലതായിരിക്കും വിചാരിച്ച്. അപ്പം ഞാൻ വിചാരിച്ച് ഇറങ്ങി ഓടേണ്ടി വരുമോ എന്നുള്ള ആ ഒരു പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പിന്നാണ് നോക്കിയപ്പം മാനാണത്. അപ്പോൾ ഞാനിങ്ങനെ വെളിച്ചത്തിൽ കണ്ണിങ്ങനെ തിളങ്ങണത് കണ്ടിട്ട് വല്ലാത്തൊരു ഭംഗി. അപ്പം നമ്മളെന്താക്കി മെല്ലെ ആ റൂമിൻ്റെ അടുത്തേക്ക് പോയി. നമുക്ക് ഓവർ അവിടെ നിൽക്കാൻ സമയമില്ല. റൂമിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം ഇവരെല്ലാവരും ചെതറി വേഗം കാട്ടിലേക്ക് തന്നെ ഓടി. വല്ലാത്തൊരു ഫീൽ. ഒരു 10-20 മുകളിലുണ്ടോണ്, ഒരു 20-25 ആ ഒരു അടുത്ത് കണ്ണുകളാണ് ഞാൻ കണ്ടത്. അത്രയും മാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏറുമാടത്തിൻ്റെ അടുത്തെത്തി. അപ്പം ഏറുമാടത്തിന് അവിടെ എത്തിയപ്പം അതിൻ്റെ മുന്നിൽ തന്നെ ചെറിയൊരു റൂമുമായുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ അടുക്കള, പിന്നെന്താ ഉള്ളത്, പിന്നെ ഫ്രിഡ്ജ്, അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്താക്കി അത് തുറന്നിട്ട് നമ്മളെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറ്റി. എന്നിട്ട് വേഗം ഡ്രസ്സ് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തിട്ട് ആകെ നനഞ്ഞൊരു പരിവായിക്കുന്നു. അങ്ങനെ തലൊക്കെ തോർത്തി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ പാർസൽ വാങ്ങിയില്ലേ, ആ ഭക്ഷണമുണ്ട്, പൊറാട്ടയും കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി നമ്മൾ വേഗം കഴിച്ച്. എന്നിട്ട് വേഗം നമ്മൾ മുകളിലേക്ക് പോയി. കാരണം നല്ല ക്ഷീണമുണ്ട്, മഴ കൊണ്ട് ആകെ പണിയായി കിടക്കുന്നു. അപ്പം സംഭവങ്ങളൊന്നും വ്യക്തമല്ല, നമ്മളൊരു പടി മാതിരി കാണുന്നുണ്ട്. എന്തായാലും ആ പടി കൂടെ ഒക്കെ അങ്ങനെ മെല്ലെ കയറി ഒരു ലോക്ക് ഉണ്ടായിരുന്നു അവിടെയും, അതും തുറന്ന് ഉള്ളിലെത്തി ലൈറ്റ് ഇട്ടപ്പോഴാണ് കാണുന്നത്. നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ നേരെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു കട്ടിലും പിന്നെ ഒരു മാറ്റും പിന്നെ ഒരു അൽമാറ, ഒരു ടീപ്പോയ് മാതിരി. ഈ ഒരു സംഭവമാണ് ഏറുമാടത്തിലുള്ളത്. വല്ലാത്തൊരു ഫീൽ അതിൻ്റെ ഉള്ളിൽ. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിൻ്റെ ഒരു എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നമ്മളെന്താക്കി നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പറയേണ്ടതില്ലല്ലോ. കാരണം മഴ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഒരു വഴിയായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ സ്ലീപ്പിംഗ് ബാഗൊക്കെ വിരിച്ച് അവിടെ എത്തുമ്പം സമയം 10 മണി കഴിഞ്ഞിരിക്കണ് രാത്രി. പിന്നെ പറയണ്ടല്ലോ. അപ്പം നമ്മളെന്താക്കി പെട്ടെന്ന് തന്നെ പറഞ്ഞ മാതിരി തന്നെ സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ വിരിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാക്കി ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഫോൺ അപ്പോഴൊന്നും ശരിയായിട്ടില്ല. കാരണം അവിടെ നിന്നൊരു പീഡിയയിൽ പാർസൽ വാങ്ങിയില്ലേ, അതിൻ്റെ തൊട്ടടുത്തുള്ള പീഡിയയിൽ പോയി ഒന്ന് ക്ലീനൊക്കെ ചെയ്ത്. പക്ഷേ ആൾ ഓണായി, പക്ഷേ ടച്ച് വർക്ക് ചെയ്യണില്ല. അപ്പം നമ്മളെന്താക്കി വേറെ ഒന്നും ചെയ്യാനില്ല, ബാഗിൽ തന്നെ എടുത്ത് വെച്ച്. അങ്ങനെ നമ്മൾ സ്ലീപ്പിംഗ് ബാഗില്ലേ, അപ്പം അതിട്ടിട്ട് മൊത്തമായിട്ട് മൂടി, തല അടക്കം മൂടി ലോക്ക് ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല പ്രാണിൻ്റെ ഒരു ശല്യമുണ്ട്. അപ്പം ഓവർ തുറന്നു വെച്ചാൽ എല്ലാം കൂടി ഉള്ളോട്ട് കയറും. അപ്പം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടതിനെ കൊണ്ടാണ് ഓവറായിട്ട് ഈ പ്രാണിയൊക്കെ ഉള്ളത്. അപ്പം എന്താക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ലൈറ്റൊക്കെ ഓഫാക്കി കിടന്ന്. അങ്ങനെ ഒരു രാവിലെ 7:45 ആ ഒരു സമയത്താണ് നമ്മൾ എണീച്ച്. അപ്പം എണീച്ച് നോക്കിയപ്പോഴാണ് നമുക്ക് ഏകദേശം സംഭവം മനസ്സിലായത്. കാരണം രാത്രി വന്നതിനെ കൊണ്ട് എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടിയില്ലേനും. അപ്പം കുറച്ച് അങ്ങോട്ട് പോയി നോക്കിയപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബാൽക്കണി മാതിരി ഒരു സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയപ്പോൾ ഏകദേശം 45 അടി ഹൈറ്റിലാണ് ഈ ഏറുമാടുള്ളത്. മരത്തിൻ്റെ മുകളിൽ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ അതെങ്ങനെയാണ് ഇത്ര ഹൈറ്റിൽ നിൽക്കണമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ നമ്മളെന്താക്കി അതൊക്കെ ഒന്ന് കണ്ട് ആ ഏകദേശം അവിടെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ തന്നെ ഉണ്ട് കാടിൻ്റെയും. പിന്നെ നമ്മൾ നിന്നില്ലേ രാത്രി വന്നിട്ട് സൈക്കിളൊക്കെ വെച്ചെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഒക്കെ നല്ലൊരു വ്യൂ ഉണ്ട്. അങ്ങനെ നമ്മളെന്താക്കി ഏറുമാടത്തിൻ്റെ ആ കർട്ടന് കാര്യങ്ങളൊക്കെ ഒന്ന് പൊന്തിച്ച്. അത് താത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി നല്ല തണുപ്പും പിന്നെ ആ പാറ്റശല്യമൊക്കെ ഇല്ലേനോ, അതുകൊണ്ട് താത്തിയതാണ്. അപ്പം അതൊക്കെ പൊന്തിച്ച്. അപ്പം കുറച്ചും കൂടി നല്ലൊരു ഫീല് കിട്ടി അവിടെ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വേഗം ഒന്ന് താഴത്തേക്ക് ഇറങ്ങി. താഴത്തും എന്താ സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ. അപ്പോൾ അങ്ങനെ ഇറങ്ങി നോക്കിയപ്പം ഫുള്ള് മരമാട്ടോ, ചുറ്റും മരമാണ്, ഫുള്ള് പച്ചപ്പും. ഈ മഴയുള്ള സമയം കൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും ഒരു റിസോർട്ട് തന്നെയാണ്, പക്ഷെ നമുക്ക് കിട്ടിയത് ഫ്രീ ആയിട്ടാണ്. ഇത് മാത്രമല്ല, ഈ 93 ദിവസത്തിലും നമ്മൾ ഒരു പൈസ കൊടുത്തു പോലും എവിടെയും റൂം എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽ വരെ നിന്നിക്കണ്. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമുക്ക് വഴിയിലൂടെ അങ്ങനെ പറയാം. എങ്ങനെ ആ റൂം കിട്ടിയതും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റേ ഏറുമാടത്തിൻ്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് നമ്മളെ സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി. കാരണം ഓവർ നിൽക്കാൻ നമുക്ക് അവിടെ സമയമില്ല. അങ്ങനെ എന്താക്കി ആ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ മെല്ലെ താഴ്ത്തിറങ്ങി. ആ താഴ്ത്തിറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വേറെ തന്നെ ഒരു രസമായിട്ടോ. ഇങ്ങനെ ഇറങ്ങുമ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ. അങ്ങനെ നമ്മൾ എന്താക്കിയ ഏറുമാടത്തു നിന്നും ഇറങ്ങിയിട്ട് നേരെ പോയത് ആ റൂമില്ലേ, അതെന്ന് പറഞ്ഞാൽ ഒരു നേരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു വീടും പിന്നെ ബാക്കിലാണ് മരത്തിൻ്റെ മുകളിൽ ഏറുമാടം. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള റൂമിൽ ഞാൻ പറഞ്ഞില്ല സൈക്കിളൊക്കെ വെച്ചിരുന്ന് അങ്ങോട്ട് പോയി. എന്നിട്ട് എന്താക്കി നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി ലഗേജ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയിട്ട് താക്കോല് കൊടുക്കാൻ. മറ്റേ നമ്മൾ താക്കോല് വാങ്ങിയില്ല വരുമ്പം 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്ത്
അപ്പം ആ വഴി കൂടെ നമ്മൾ അങ്ങനെ പോയി. അപ്പം ഒരുപാട് നല്ല ഉള്ളേരിയ കേട്ടോ. ഈ പുറത്തായിട്ട് ഓവർ ടച്ച് ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ അധികം ഉള്ളത്. അപ്പോൾ ഓരൊക്കെ ചോദിക്കേണ്ടതും ഈ സൈക്കിള് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവരോടൊക്കെ അങ്ങനെ സംസാരിച്ച് നമ്മൾ നേരെ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ആ വഴിയിലാണ് നമ്മൾ ഇന്നലെ മാനിനെ കണ്ടതും. പിന്നെ രാത്രി വന്നില്ലേ, ഒരു ചെറിയൊരു വഴിയാണ്, പകുതിയുള്ള റോഡ്, ചില ഭാഗത്തൊക്കെ ഉള്ളു റോഡ്. അങ്ങനെ അവിടുന്ന് നമ്മൾ മെല്ലെ ആ താക്കോല് കൊടുക്കുന്നതിൻ്റെ ആ വീട്ടിലെത്തി. അങ്ങനെ അവിടുന്ന് വേറൊരു കോമഡി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ താക്കോല് വാങ്ങി ആ ചേട്ടൻ അവിടെ ഇല്ലേനും, അവിടെ ഒരു വയസ്സായ ആളേനുള്ളത് ആ സമയത്ത്. അപ്പം നമ്മൾ മൂപ്പരുടെ അടുത്തേക്ക് പോയി, വേറെ ആരുമില്ല, മൂപ്പര് മാത്രമേ ഉള്ളൂ അവിടെ, ആ വയസ്സായ ആൾ. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ച്, നമ്മൾ താക്കോല് തരട്ടെ, ഇവിടെ നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ ഏറുമാടത്ത് നിന്ന് വരാമെന്നൊക്കെ പറഞ്ഞു മൂപ്പരോട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഓ ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെന്താക്കി, താക്കോൽ അവിടെ കൊടുത്ത് അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് കുറച്ച് അങ്ങോട്ട് ഒരു 300 മീറ്ററോളം പോയപ്പം ഇടത്ത് ഭാഗത്ത് അതേമാതിരി ഒരു വീട് അവിടെ നിൽക്കുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ നമ്മൾ താക്കോൽ വാങ്ങിയ ചേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വീട് എന്തായാലും മാറിപ്പോയിക്കുന്നെന്ന്. അപ്പോൾ നമ്മളെന്താക്കി വെല്ലെ തിരിച്ചു പോയി. എന്നിട്ട് ആ വയസ്സായ ചേട്ടൻ്റെ അവിടെ എത്തി, അവിടുന്ന് വെല്ലെ താക്കോൽ വാങ്ങി. എന്നിട്ട് തിരിച്ച് വന്നിട്ടാണ് മൂപ്പർക്ക് കൊടുത്തത് താക്കോല്. അങ്ങനെ എന്താക്കി നമ്മൾ അവിടുന്ന് നേരെ പോയത് മുത്തങ്ങ ഫോറസ്റ്റിലേക്കാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിൽ കൂടെ പോണ അനുഭവങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ കേരളം വിട്ട് കർണാടകയിലേക്ക് കടക്കണതുമാണ്. അപ്പം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല വിശദമായിട്ട് തന്നെ പറയാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോക്ക് എന്താ വെച്ചാൽ ഈ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പം വേറെ ഒന്നുമില്ല, അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളി കഥ ആയിട്ട് വരാം. ഓക്കെ, ബൈ.